ഹലോ, വെൽക്കം ടു ജാനെക്സ്. 5th ഡേ ഇൻ വിയറ്റ്നാം സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു വലിയ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിൽ നിന്നാണ്. ഇന്ന് നമ്മൾക്ക് വളരെ വിശാലമായിട്ടുള്ളൊരു യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ശരിക്കും ഈ പരമ്പരാഗത വിയറ്റ്നാമീസ് ക്യൂസീനിൽ ചോറ് അവർ രാവിലെ തന്നെ കഴിക്കുന്നുണ്ട്, നൂഡിൽസും. നമ്മുടെ നാട്ടിൽ അതൊന്നും അത്ര പതിവില്ലല്ലോ. എന്തായാലും നമ്മൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ നമ്മുടെ ടൂർ ഗൈഡിൻ്റെ ഒപ്പം യാത്രയാവുകയാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഹാലോങ് ബേ ആണ്. മുന്നേ കോച്ചി ടൗണിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ പോയ ഒരു ഗ്രൂപ്പ് ടൂർ പോലെ തന്നെയാണ് ഇന്നത്തെയും ഗ്രൂപ്പ് ടൂർ. ഞങ്ങൾ വിയറ്റ്നാമിൽ വന്ന ശേഷം ആദ്യമായിട്ട് മലയാളികളെ കണ്ടതും ഈ ദിവസമാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗ്രൂപ്പ് ടൂറിൽ കുറച്ച് മലയാളികളും ഉണ്ടായിരുന്നു. ഏകദേശം 20 പേരോളമുള്ള നമ്മുടെ ഇന്നത്തെ ഗ്രൂപ്പിൻ്റെ ഗൈഡാണ് ദാക്കോടി പിടിച്ച് നടക്കുന്ന ആൾ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഹാലോങ് ബേ വിസിറ്റ് ചെയ്യുന്ന ദിവസമാണ്. ഹാലോങ് ബേയിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് ടിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ക്രൂയിസിലാണ് പോകുന്നത് ബേ വിസിറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞൊരു ലൈം സ്റ്റോൺ കേവ്സ് വിസിറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ട്. പിന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്, നമുക്ക് നോക്കാം. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറോളം യാത്ര ചെയ്താണ് ഹാലോങ് ബേയിൽ നമ്മൾ എത്തുന്നത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരു ഗൈഡ്, ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ക്രൂയിസിൻ്റെ ടിക്കറ്റ്, അതിനുള്ളിലെ ഫുഡ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു 1 ഡേ പാക്കേജാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് വിയറ്റ്നാമിൽ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഗൈഡിനെ എടുക്കുന്ന നമുക്ക് ഗുണം ചെയ്യും. കംപ്ലീറ്റ് തണുപ്പാണ് ഗൈസ്. 9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ. നല്ല തണുപ്പുണ്ട്, വിറയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഡെക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല, നോക്കാം. ഏകദേശം 12 മണിയോടുകൂടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ക്രൂയിസാണിത്. ഇതിലെ മുകളിലെ ഡക്കാണ് നമുക്കായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ മുകളിലെ ഡക്ക് പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം മുകളിൽ നിന്നുള്ള വ്യൂ കുറച്ചുകൂടെ മനോഹരമായിരിക്കും. ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് മുകളിലെ വ്യൂ ഏറ്റവും അടിപൊളിയാണ്. നമ്മൾ എത്തിയത് 12 മണി ആയതുകൊണ്ട് തന്നെ വന്ന ഉടനെ നമുക്ക് ലഞ്ച് കിട്ടി. പതിവ് തെറ്റിച്ചിട്ടില്ല, ഓതൻറ്റിക് ആയിട്ടുള്ള വിയറ്റ്നാമീസ് ഫുഡ് തന്നെയാണ് ഇന്നും കഴിച്ചിട്ടുള്ളത്. ബേ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറേ അധികം സീ ഫുഡ്സ് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വിയറ്റ്നാമിലെ ക്വിൻ ഇൻ പ്രവിശ്യയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു യാത്രാ കേന്ദ്രമാണ് ഹാലോങ് ബേ. ചുണ്ണാമ്പുകല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ള ആയിരക്കണക്കിന് തുരുത്തുകൾ ഇങ്ങനെ ഈ ഉൾക്കടലിന് പൊങ്ങി നിൽക്കുന്ന മനോഹരമായ കാഴ്ച അതേതൊരു സഞ്ചാരിയുടെയും മനം കവരുന്നതാണ് കേട്ടോ. വിയറ്റ്നാമിൻ്റെ ചൈനീസ് അതിർത്തിയോടടുത്ത് ഏകദേശം 1500ഓളം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരുപാട് ജൈവവൈവിധ്യത്താൽ സമൃദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടുത്തെ ഓരോ ദ്വീപുകളുടെയും ആകൃതിയും ഘടനയും ഒക്കെ വ്യത്യസ്തമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനമുള്ളതുകൊണ്ട് അധികം വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും ഭംഗിയായി പ്രിസർവ് ചെയ്യുകയും മാലിന്യം ഇല്ലാത്ത രീതിയിൽ അവയെ സംരക്ഷിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്രൂയിസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളവിടെ നിക്ഷേപിച്ച് മാത്രമേ ഈ ഒരു ക്രൂയിസിലേക്ക് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. ക്രൂയിസിൻ്റെ 3rd ഫ്ലോറിലുള്ള ഈ ഒരു ചിൽ ഔട്ട് സ്പേസിൽ നിന്ന് ഈ ഒരു സ്ഥലം കണ്ടു നിൽക്കാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ അവതാർ ഫിലിമിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ഇമാജിനറി വേൾഡില്ലേ, ഏകദേശം അതിൻ്റെ അടുത്തേക്കൊക്കെ എത്തുന്ന അങ്ങനെയൊക്കെ തോന്നിപ്പോയി ഇവിടെ നിന്നപ്പോൾ. ക്രൂയിസിലെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ബൊഹോൺ ഐലൻഡിലെ സൺസോട്ട് കേവിലാണ്. നിറയെ പല രീതിയിലുള്ള മരങ്ങളൊക്കെയുള്ള ഈ കുത്തനെയുള്ള പാതയിലൂടെയാണ് നമ്മൾ ഗുഹയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അങ്ങനെ നടക്കുമ്പോഴേ ഇടയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഓരോ വ്യൂ പോയിന്റ്സിൽ നിന്ന് ഈ ഒരു ബേ ഏരിയയുടെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യാൻ പാടില്ലെങ്കിലും വളരെ മനോഹരമായിട്ടും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുമാണ് ഇവിടെയുള്ള ഈ ഒരു സ്റ്റെയർ കേസുകളും മറ്റ് ആൾക്കാർക്ക് കയറാൻ സഹായകരമാവുന്ന കൈവഴികളൊക്കെ ഇവർ പണിതിട്ടുള്ളത്. പൂർണ്ണമായിട്ടും കല്ലിൽ തീർത്തിട്ടുള്ള ഈ കുത്തനെയുള്ള പടികൾ കയറിയാണ് നമ്മൾ ഗുഹാമുഖത്തേക്ക് എത്തുന്നത്. ഇന്ന് അത്യാവശ്യം ടൂറിസ്റ്റുകളുടെ തിരക്കുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്രൂപ്പിന് നമുക്ക് ഈ അകത്തോട്ട് കയറുമ്പോൾ ചേംബറുകളിൽ കാണാവുന്നതാണ്. ചതുരാകൃതിയിൽ പുറമേയുള്ള അറയും 30 മീറ്ററോളം ഉയരമുള്ള സീലിംഗും അടക്കം ഈ ഗുഹയിൽ 2 അറകളാണുള്ളത്. ഇത് സത്യത്തിൽ ചുണ്ണാമ്പ് കല്ലിൻ്റെ പർവ്വതത്തിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒലിച്ച് ഒരു ഗുഹ രൂപപ്പെട്ടതാണ്. വളരെ നാച്ചുറലായിട്ട് ഉണ്ടായതാണ് കേട്ടോ ഈ ഗുഹ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പണികൾ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാവും. വെള്ളം നിർമ്മിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ കൊത്തുപണികളാണ് ഇതൊക്കെ. ഇങ്ങനെ നോക്കുമ്പം പ്രകൃതിയേക്കാളും വലിയൊരു കലാകാരൻ വേറെ ഇല്ല അല്ലേ. നമ്മുടെ ഗൈഡുകൾ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോഴേ ആദ്യത്തെ ചേംബറിനുള്ളിൽ കയറിയാൽ പരസ്പരം സംസാരിക്കുന്ന സൈന്യത്തിൻ്റെ രൂപത്തിലുള്ള കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേതിലാകട്ടെ സൈന്യത്തോട് സംവദിക്കുന്ന ഒരു സേനാനായകൻ്റെ രൂപവും കാണാൻ പറ്റും. എനിക്കാണെങ്കിലോ മറ്റേതോ ഒരു ഗ്രഹത്തിൽ പെട്ടുപോലുള്ള കുറേ കാഴ്ചകളാണ് ഈ ചുറ്റിലും കാണാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് നോക്കിയേ, ആ ഒരു സീലിങ്ങിലൊക്കെയുള്ള കൊത്തുപണികൾ
അത് ശരിക്കും വെള്ളം ഒഴുകുന്ന ആ ഒരു സ്ട്രക്ചർ തന്നെ തോന്നുന്നില്ലേ? സെങ്സോട്ട് കേവിൻ്റെ കാഴ്ചകൾ ഏറ്റവും ഭംഗിയാക്കുന്നതിൽ അവിടുത്തെ ലൈറ്റിങ്ങിനും പ്രധാനമായിട്ടുള്ളൊരു പങ്കുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ ഈ ഒരു ബോഹോൻ ഐലൻഡിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഐലൻഡിലാണെങ്കിൽ പോലും ഇവിടെ ഇഷ്ടംപോലെ സുവനീറുകൾ വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. സെങ്സോട്ട് കേവ് കൂടാതെ പെലിക്കൻ കേവും വീർജിൻ കേവും ഒക്കെ ഈ ഒരു ഐലൻഡിലെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ക്രൂയിസിലെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ക്രൂയിസിലുള്ള യാത്ര തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ആലപ്പുഴയിലെ കെട്ടുവള്ളങ്ങളിലൂടെയുള്ള യാത്ര അതാ ഈ ഒരു ദൃശ്യഭംഗിയിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഇനി നമ്മൾ ഹാലോങ് ബേയിലുള്ള ഒരു ബാംബു ബോട്ട് എക്സ്പീരിയൻസിനാണ് പോകുന്നത്. പോയി നോക്കാം. ഈ ഒരു ബാംബു ബോട്ട് യാത്ര ചെയ്യാൻ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണെന്ന് ഇന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ ബാംബു ബോട്ടിലെ റൈഡേ നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് ടിക്കറ്റ്സ് എടുത്തതാണ്. നമ്മുടെ ഡേ ട്രിപ്പിൽ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. ബാംബു ബോട്ട് മാത്രമല്ല കയാക്കിങ്ങിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. സ്വന്തമായിട്ട് തുഴയാനുള്ളൊരു മടി കാരണവും പിന്നെ മൊത്തത്തിലുള്ളൊരു തണുപ്പ് കാരണവും നമ്മൾ ബാംബു ബോട്ട് തന്നെ സെലക്ട് ചെയ്തു. നമ്മുടെ നാട്ടിലെ വള്ളക്കാരുടെ തുഴച്ചിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെയുള്ള ഈ വള്ളങ്ങളുടെ തുഴച്ചിൽ. നല്ല ഭാരമുള്ള ഈ തുഴകൾ ഉപയോഗിച്ച് വള്ളത്തിൻ്റെ പിന്നിലുള്ള പരന്ന ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇവർ തുഴയുന്നത്. ഞങ്ങളുടെ ബാംബു ബോട്ട് തുഴഞ്ഞതേ ഒരു ലേഡിയായിരുന്നു. അതുകൊണ്ട് തന്നെ സംഗതി എളുപ്പമാകുമോ എന്ന് കരുതി ട്രൈ ചെയ്ത് നോക്കിയ എല്ലാ യാത്രികരും ശരിക്കും വെള്ളം കുടിച്ചു. അവരൊക്കെ തുഴയുന്ന സമയത്ത് വഞ്ചി നിന്ന് വട്ടം കറങ്ങുകയേ ചെയ്തുള്ളൂ, 1 ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങിയില്ല. എല്ലാ ഡ്രൈവിങ്ങും പോലെ ഇതും വളരെയധികം സ്കില്ല് വേണ്ട ഒരു തൊഴിൽ തന്നെയാണ്. ഈ ബാംബു ബോട്ടിലൂടെ ലിയോൺ കേവ് താണ്ടി നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ലഗൂൺ ഏരിയയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു വലിയ പർവ്വതത്തിൻ്റെ താഴ്ഭാഗം നാച്ചുറലി തന്നെ ഉണ്ടായതാണ് ഈ ഒരു കേവ്. അത് താണ്ടി ഉള്ളിലോട്ട് കയറുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലഗൂൺ. എന്ത് ഭംഗിയല്ലേ ഈ പ്രകൃതിയുടെ ഒരു നിർമ്മാണം. എല്ലാവരുടെയും തുഴച്ചിൽ പരീക്ഷണങ്ങൾക്കൊക്കെ അവസരം കൊടുത്ത് നമ്മുടെ തുഴച്ചിലുകാരി വണ്ടി തിരിച്ചു വിട്ടിട്ടുണ്ട്. തുഴയാനൊന്നും ശ്രമിച്ചിട്ടില്ലെങ്കിലും കുറച്ച് ഷോക്ക് കാണിക്കണ്ടേ, അതിനുവേണ്ടി ബോട്ടിൻ്റെ മുൻവശത്ത് കയറിയിരുന്ന് കുറച്ച് പോസൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് മുഖ്യം ബിഗിലേ. അങ്ങനെ ഏകദേശം 1/2 മണിക്കൂറോളം നീണ്ടു നിന്ന ഈ ബാംബു ബോട്ട് റൈഡും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തീരത്തോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ദിവസവും 1000ഓളം ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഒരു സ്ഥലത്തെ ഒരൊറ്റ പ്ലാസ്റ്റിക് കവർ പോലും കണ്ടില്ല എന്നുള്ളത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ ഇവരിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം ഒരു ടൂറിസ്റ്റ് സ്പോട്ടിനെ എങ്ങനെ വൃത്തിയായിട്ട് നിലനിർത്താമെന്ന്. തിരിച്ച് ക്രൂയിസിലെത്തിയ നമ്മൾ പിന്നീട് വിസിറ്റ് ചെയ്തത് ടിറ്റോ ഐലൻഡ് ആണ്. നല്ല പഞ്ചാര മണൽത്തരികളുള്ള ഈ ഒരു ഐലൻഡിൻ്റെ ഏറ്റവും പീക്കസ്റ്റ് പോയിന്റിലേക്ക് നമുക്കൊരു ഹൈക്ക് ചെയ്യാനുള്ള അവസരം ഇവർ തരുന്നുണ്ട്. ഈ ഹൈക്ക് ഏകദേശം 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതാണ്. അത് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഐലൻഡിൻ്റെ നല്ലൊരു പനോരമിക് വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഹൈക്ക് അത്യാവശ്യം ടയറിംഗ് ആണ് കേട്ടോ. 45 മിനിറ്റോളം നല്ല സ്റ്റീക്കായിട്ടുള്ള സ്റ്റെപ്സ് കയറി വേണം നമ്മൾ മുകളിലേക്ക് എത്താനായിട്ട്. ഏകദേശം 5-6 മണിക്കൂറുകളോളം ഹാലോങ് ബേയിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് ഹാനോയിലോട്ട് പോവുകയാണ്. ഹാലോങ് ബേയിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്ററോളം യാത്രയുണ്ട് ഹാനോയിലേക്ക്. ഇത് ഇവിടുത്തെ ഒരു എലീറ്റ് ക്ലാസിൻ്റെ ഫ്ലാറ്റ് സമുച്ചയമാണ്. ഇത്തരത്തിലുള്ള ഫ്ലാറ്റുകൾ നമ്മൾ രാവിലെ പോകുമ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിയറ്റ്നാം യാത്രയിലെ നമ്മളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഹാലോങ് ബേ. അതിൻ്റെതായ ഒരു വിഷമം തിരിച്ചുള്ള ഈ ഒരു യാത്രയിലും ഉണ്ട് കേട്ടോ. നമ്മളൊരു ട്രാവലറിലാണ് ഈ ഒരു യാത്ര പോയിട്ടുള്ളത്. തിരിച്ചു വരുന്നതും അതേ വണ്ടിയിലാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇറക്കി വിട്ടു. ഇത് നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ആ ഒരു ചൈനീസ് മാർക്കറ്റാണ്. അവസാനമായിട്ട് ലാസ്റ്റ് ദിവസം ഒന്നുകൂടെ ഈ ചൈനീസ് മാർക്കറ്റിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഒരു ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിച്ചു. നമ്മുടെ 6th ഡേ കംപ്ലീറ്റ് തിരിച്ചുള്ള ട്രാവലാണ്. രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, നമ്മൾ അങ്ങനെ പോവാണ് ഗൈസ്. നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇന്ന് ഇവിടുത്തെ ടൈം 1:30ക്കാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് ഹാനോയിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റിയിലേക്കും ഹോച്ചിമിന്ന് കൊച്ചിയിലേക്കും അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. 1:30ക്ക് ഇവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്കെ ടൈം ഓക്കെ ആണെങ്കിൽ ബൈ രാത്രി 12 മണിയോടുകൂടെ കൊച്ചിയിലെത്തും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തിരിച്ച് നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മളുടെ വിയറ്റ്നാം ട്രിപ്പിലെ അനുഭവങ്ങൾ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.